അന്ധവിശ്വാസവും അനാചാരവും തടയാൻ നിയമനിർമ്മാണം കൊണ്ടുവരില്ല എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. സർക്കാർ മുൻ നിലപാടിൽ നിന്ന് പിന്മാറിയതോടെ ഹൈക്കോടതി അതിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. നിയമനിർമ്മാണത്തിന് കോടതികൾക്ക് നിർബന്ധിക്കാൻ കഴിയില്ല എന്നും ഇത് നയപരമായ തീരുമാനമാണ് എന്നും സർക്കാർ പറയുന്നു. കേരള യുക്തിവാദ സംഘത്തിന്റെ ഹർജിയിലാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് എന്താണ് കോടതിയിൽ സംഭവിച്ചത് എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട അതിന്റെ പശ്ചാത്തലവും പ്രദീപ് ജോസഫ് നമുക്ക് പറഞ്ഞു നൽകും. പ്രദീപ്, എന്തുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ ഒരു യു ടേൺ എടുത്തത്? എന്ത് കാരണമാണ് സർക്കാർ അതിൽ കോടതിയിൽ എന്തെങ്കിലും വിശദീകരണം നൽകിയുണ്ടായോ? അതിനോടുള്ള കോടതിയുടെ വിമർശനവും പ്രതികരണവും എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് ഇത്തരമൊരു നിയമനിർമ്മാണത്തിൽ നിന്ന് പിൻവാങ്ങുന്നത് എന്ന് ഈ സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം ഇത്തരത്തിൽ ഒരു നിയമം നിർമ്മിക്കാനും നിർമ്മിക്കാതിരിക്കാനുമുള്ള അവകാശം സർക്കാരിനുണ്ട്. സർക്കാരിൻ്റെ നയപരമായ ഒരു തീരുമാനമാണ് ഇത്തരമൊരു നിയമനിർമ്മാണത്തിൽ നിന്ന് പിൻവാങ്ങുക എന്നത്. നയപരമായ ഒരു തീരുമാനമായതുകൊണ്ട് സർക്കാർ ഇങ്ങനെ തീരുമാനിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, നയപരമായ ഒരു കാര്യത്തിൽ നിയമനിർമ്മാണം നടത്തണമെന്ന് ഒരു നീതിന്യായ സംവിധാനത്തിനും, അതായത് ഒരു കോടതിക്കും സർക്കാരിനെ നിർബന്ധിക്കാനാവില്ല എന്നും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. 2022 ഇത്തരത്തിൽ ഒരു നിയമനിർമ്മാണം നടത്താൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. പിന്നീട് 2023 ജൂലൈ മാസം 5-ാം തീയതി ചേർന്ന മന്ത്രിസഭാ യോഗം ഇത്തരത്തിലുള്ള നിയമനിർമ്മാണം വേണ്ട എന്ന് തീരുമാനിച്ചതായാണ് ഇന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. മുൻ നിലപാടിൽ നിന്നുള്ള ഈ മാറ്റത്തിന് കാരണം എന്താണ് എന്ന് വ്യക്തമാക്കിയിട്ടുമില്ല. നയപരമായ തീരുമാനം എന്നുള്ള ഒരു വരി മാത്രമാണ് ഇക്കാര്യത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. അതേസമയം ഏറെ വിദ്യാഭ്യാസപരമായി മുന്നോക്കം നിൽക്കുന്ന സംസ്ഥാനം എന്നുള്ള നിലയിൽ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമൊക്കെ എതിരായി പോരാടുന്ന ഒരു സമൂഹം കൂടിയാണ് കേരളത്തിലേത്. എന്നിട്ടും ഈ അന്ധവിശ്വാസം, നമ്മുടെ നാട് നരബലി കാണേണ്ടി വന്ന നാടാണ്. അന്ധവിശ്വാസത്തിന്റെ ഏറ്റവും ക്രൂരമായ കാഴ്ചകൾ നമുക്ക് തിരുവനന്തപുരത്ത് നന്ദൻകോട് കാണേണ്ടി വന്നു. സ്വന്തം അച്ഛനെയും അമ്മയും ഇല്ലാതാക്കുന്ന സാഹചര്യം നമുക്ക് കാണേണ്ടി വന്നു. അതായത് നമ്മുടെ സമൂഹം ഇതിന്റെ ദുരനുഭവങ്ങൾ എല്ലാ കാലത്തും കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതങ്ങനെ ഒരു നയപരമായ തീരുമാനം എന്ന നിലയ്ക്ക് അതും ഒരിക്കലെടുത്ത് ക്യാബിനറ്റ് വരെ പോയ വിഷയമാണ്. അതിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ സർക്കാർ എന്തായിരിക്കും പറയാനുണ്ടാവുക? തീർച്ചയായും ഏറെ വിശദീകരണം ലഭിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണിത്. പക്ഷേ നിലവിൽ നയപരമായ തീരുമാനം എന്നുള്ള ഒരു നിലപാട് മാത്രമാണ് വിശദീകരിച്ചിരിക്കുന്നത്. അതേസമയം ഇത്തരത്തിൽ ഒരു നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചപ്പോൾ അത് ഏറെ ചർച്ചയാവുകയും സ്വാഗതം ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. മാധു സൂചിപ്പിച്ചതുപോലെ അനാചാരങ്ങളുടെ പേരിലുള്ള നിരവധി അപസർപ്പക കഥകളെ പോലും വെല്ലുന്ന സംഭവങ്ങൾ സമീപകാലത്തിൽ കേരളത്തിൽ നടന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നിയമനിർമ്മാണത്തിന് സർക്കാർ മുതിർന്നത്. ഏറെ പുരോഗമനപരം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് പോലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അത് നിയന്ത്രിക്കപ്പെടേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ നിരോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്ന് കണക്കാക്കിയാണ് നിയമനിർമ്മാണത്തിന് മുതിർന്നത്. പിന്നീട് എന്താണ് ഇതിൽ നിന്ന് പിന്മാറുന്നതിന് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയ ഘടകം എന്നുള്ള കാര്യം വ്യക്തമല്ല. ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഏതൊക്കെ കോണുകളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ അത് എങ്ങനെയാണ്? ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ട് പിന്മാറുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. അതേസമയം ഇക്കാര്യത്തിൽ ഉൾപ്പെടെ നിയമമന്ത്രിയുടെ പ്രതികരണത്തിന് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഇതേവരെ ലഭ്യമായിട്ടുമില്ല.